നമസ്കാരം. പലതും പറയാം ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ഈ ചാനലിൽ സാധാരണയായിട്ട് ചെയ്തു വരാറുള്ള 3 വെറൈറ്റി വീഡിയോസാണ്. ട്രാവൽ വീഡിയോസ്, ടിപ്സ് ഓൺ ഹിന്ദി, പിന്നെ ഗാനാസ്വാദനം. അപ്പോൾ ഇതിൽ ഈ ഗാനാസ്വാദനം എന്ന് പറയുന്ന വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. ഗാനാസ്വാദനം എന്ന് പറയുമ്പോൾ പഴയ മലയാളം പാട്ടുകളുടെ ലിറിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻജോയ്മെൻറ്റ്, ലിറിക്സ് ആസ്വദിച്ചുകൊണ്ട്, ലിറിക്സിലുള്ള ആ കവിതയുടെ അർത്ഥങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു കവിതയുടെ അർത്ഥങ്ങളെല്ലാം ആലോചിച്ചുള്ള ഒരു ആസ്വാദനം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു ക്വിസ് നടത്താം. ക്വിസ് ഇൻ ദ സെൻസ്, ആ പാട്ടിലെ 2 വേർഡ്സ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ചെറുതായിട്ടൊന്ന് പോസ് ചെയ്ത് ഏത് പാട്ടായിരിക്കുന്നതെന്ന് സ്വയം ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വെറുതെ ഒരു തമാശ, അത്രയാണ്, ഒരു ആസ്വാദനം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു ക്വിസ് നടത്താം. ക്വിസ് ഇൻ ദ സെൻസ്, ആ പാട്ടിലെ 2 വേർഡ്സ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ചെറുതായിട്ടൊന്ന് പോസ് ചെയ്ത് ഏത് പാട്ടായിരിക്കുന്നതെന്ന് സ്വയം ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വെറുതെ ഒരു തമാശ, അത്രയാണ്. ഏതാണ് ആ 2 വാക്കുകൾ? ഖൽബ്, കിളിയൊച്ച. ഈ 2 വാക്കുകൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പാട്ടിൽ ഈ 2 വാക്കുകൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചോളൂ. കിട്ടിയോ എല്ലാവർക്കും? ഇനി നമുക്ക് പാട്ടിലേക്ക് കടക്കാം. 1965 ഇറങ്ങിയ കുപ്പിവള എന്ന സിനിമയിലേതാണ് ഈ പാട്ട്. നസീർ, അംബിക, ബഹദൂർ, സുകുമാരി ഇവരെല്ലാം അഭിനയിച്ചൊരു പഴയ ചിത്രമാണത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഭാസ്കരൻ മാഷ് രചിച്ച് ബാബുരാജ് സാർ സംഗീതം കൊടുത്ത് സുശീലാമ്മയും AM രാജ സാറും കൂടി ചേർന്ന് പാടിയ മനോഹരമായ ഒരു യുഗ്മഗാനമാണ് ഇത്. പിടികിട്ടിയോ പാട്ട്? കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ എനിക്ക്, കണ്ണുകളെന്തിനു വേറെ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ എനിക്ക്, കണ്ണുകളെന്തിനു വേറെ. കാണാനുള്ളത് കരളിൽ പകരാൻ, കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ എനിക്കു, കണ്ണുകളെന്തിനു വേറെ. നമുക്ക് പാട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കഥാസന്ദർഭം ഒന്ന് മനസ്സിലാക്കാം. അത് ആ പാട്ടിൻ്റെ എൻജോയ്മെൻറ്റിൻ്റെ മാറ്റുകൂട്ടും. അല്ലെങ്കിൽ നമ്മൾ ഏത് പാട്ട് കേൾക്കുമ്പോഴും ഒന്നുമില്ലെങ്കിൽ കഥാസന്ദർഭമായിട്ട് ഒത്തിട്ട് നമ്മളൊരു ആസ്വദിക്കുക, അല്ലെങ്കിൽ ഇനി അഥവാ നമ്മൾ സിനിമ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുക, ടോട്ടലി ഇൻ ദ ഡാർക്ക് ആണ് ആ പാട്ടിനെ കുറിച്ചെങ്കിൽ ആ പാട്ടിലെ വരികളിലൂടെ നമ്മൾ നമ്മളുടേതായിട്ടുള്ളൊരു ഉൾക്കാഴ്ച ഉണ്ടാക്കണം. നമ്മളുടെ കണ്ണിൽ ആ ഒരു രംഗം ആവിഷ്കരിക്കും. ഇങ്ങനെയാവാൻ അത് തെറ്റായിരിക്കാം, പക്ഷേ അത് കുഴപ്പമില്ല, നമുക്ക് ആസ്വാദനത്തിന് അതൊരു പ്രശ്നമല്ല. അപ്പോൾ നമ്മളുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ ആ വരികളുടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊരു സങ്കല്പിച്ച് കഴിഞ്ഞെങ്കിലേ നമുക്കത് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഇതിലെ കഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പുരാതന യാഥാസ്ഥിതിക കുടുംബത്തിലെ മജീദ് എന്ന് പറയുന്ന കണ്ണ് കാണാത്തൊരു ചെറുപ്പക്കാരൻ, ധനശേഷിയുണ്ട്, പക്ഷേ ഇങ്ങനൊരു
ഡ്രോബാക്ക് ഉണ്ട്. അപ്പോൾ തീരെ ദരിദ്രയായ ഇപ്പോൾ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ഖദീജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കല്യാണാലോചനയായിട്ട് വന്ന് ഈ കുടുംബത്തിലേക്ക് മരുമകളായിട്ട് വരികയാണ്. അപ്പോൾ പക്ഷേ അങ്ങനെ വന്നതിന് ശേഷം ഇവർ തമ്മിൽ നല്ല ഒരു ഭാര്യാഭർത്തൃബന്ധം ഉടലെടുത്തു. പരസ്പരം അറിഞ്ഞും പരസ്പര പൂരകങ്ങളായിട്ട് പ്രവർത്തിച്ചിട്ടും നല്ലൊരു ബന്ധം അവരുടെ ഇടയിൽ നിലനിന്നു. പിന്നെ ആ സിനിമയുടെ ബാക്കി ഭാഗങ്ങളൊന്നും നമുക്ക് പ്രസക്തമല്ല. അത് കളവും ചതിയും പോലീസ് കേസും ഈ തെറ്റായി ആരോപിച്ച് ഒരു പാവം സ്ത്രീയെ കുറ്റക്കാരിയാക്കുന്നതും, അത് ഈ ഖദീജ അവളുടെ അമ്മയാണ് കുറ്റക്കാരിയാക്കുന്നത്. അവൾ ഖദീജ സ്വയം അത് ഏറ്റെടുത്തിട്ട് ജയിലിൽ പോകുന്നതും അങ്ങനെ കുറേ എല്ലാവിധ എന്താ പറയേണ്ടത് ഹൃദയസ്പർശിയായ അല്ലെങ്കിൽ ഹൃദയം പൊട്ടുന്ന ദുഃഖ തുളുമ്പുന്ന എല്ലാ രംഗങ്ങളും അതിലുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ തൽക്കാലം വേണ്ട. ഈ പാട്ടിനെ സംബന്ധിച്ച് ഈ മജീദും ഖദീജയും തമ്മിൽ നിലനിൽക്കുന്ന ആ ഒരു ഊഷ്മളമായ ആ പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ആ ഒരു ബന്ധത്തിൽ ഊന്നിയിട്ടാണ് ഈ പാട്ട് നിലനിൽക്കുന്നത്. ഖദീജയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അംബിക, മജീദായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ പ്രേം നസീർ സാറുമാണ്. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് കടക്കാം. മജീദ് പാടുകയാണ് ആദ്യത്തെ 4 വരികൾ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിന് വേറെ. അത് നമുക്ക് ഈ ഒരു ഐഡിയ വേറെ നമ്മുടെ ചൊല്ലുകളിലൊക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്ന് പറയില്ലേ. അതിൻ്റെ കാര്യം എന്താണ്? കണ്ണാടി ഇല്ലെങ്കിൽ ചങ്ങാതി ആസ് സച്ച് അത് മുഴുവൻ നമ്മുടെ വിവരിച്ച് തരണമെങ്കിൽ നമുക്ക് നമ്മുടെ മുഖത്തിനെക്കുറിച്ച്, നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ്, സൗന്ദര്യം, വേറെ ബുദ്ധിമുട്ട് എല്ലാം ഒരു ചങ്ങാതി വിവരിച്ച് തന്നു കഴിഞ്ഞാൽ കണ്ണാടി ഇല്ലെങ്കിൽ നമുക്ക് സ്വയം മനസ്സിലാക്കാവും ഇന്ന നമ്മുടെ മുഖം ഇങ്ങനെയാണല്ലോ. ഇത് ഏതാണ്ട് അതുമാതിരിയാണ് ഇതിൽ പറയുന്നത്. അതായത് മജീദിനെ കണ്ടു കാണില്ല, പക്ഷേ ഖദീജ എന്ന് പറയുന്ന അയാളുടെ ഭാര്യയ്ക്ക് ഈ പറയുന്ന എല്ലാം പറഞ്ഞു കൊടുക്കാനും ഫീൽ ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ പിന്നെ കണ്ണുകളുടെ ആവശ്യമില്ല. അതാണ് കണ്ണുകൾ എന്തിനു വേറെ, വേറെ കണ്ണുകൾ എന്തിനാണ് വേണ്ടത്. അപ്പോൾ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഖദീജ പാടുകയാണ്. കാണാനുള്ളത് കരളിൽ പകരാൻ, കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരേ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരേ. അതായത് ഒപ്പം തന്നെ ഞാനുണ്ടല്ലോ, സഹവർത്തിയായിട്ട് ഞാനുണ്ടല്ലോ. അപ്പോൾ കാണാനുള്ളതെല്ലാം കരളിൽ പകരാൻ. ഈ കരൾ എന്നുള്ള വാക്ക് നമ്മൾ മൈൻഡ്, ഹാർട്ട്, അങ്ങനെ പണ്ട് കാലത്ത് ഈ കരൾ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ കരൾ എന്ന് പറഞ്ഞാൽ അവയവവും ഈ പറഞ്ഞ മനസ്സുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. പക്ഷേ പണ്ട് കാലം മുതലേ കവികൾ ഉപയോഗിച്ച് വരുന്നത് കരളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മനസ്സിലെ, സ്വന്തം ഹൃദയത്തിലെ ആ ഒരു അർത്ഥത്തിലാണ്. കുപ്പിത്തരിവള കിലുക്കി ഞാനീ, കുപ്പിത്തരിവള കിലുക്കി ഞാനീ, കൽവിൽ മുട്ടി വിളിച്ചാലോ, വാർമഴവില്ലിൻ വളകളണിഞ്ഞൊരു വസന്തമെന്തൻ നറിയും ഞാൻ, തൂവസന്തമെന്തെന്നറിയും ഞാൻ. അപ്പോൾ സ്ത്രീകളുടെ കയ്യിലിരുന്ന കുപ്പിത്തരിവള, കുപ്പിത്തരിവള എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബാംഗിൾസ്. ഈ ഗ്ലാസ് ബാംഗിൾസ് ഇങ്ങനെ ആക്കുമ്പോൾ ശബ്ദം ഉണ്ടാവും കൈ അനക്കുമ്പോൾ. അപ്പോൾ കുപ്പിത്തരിവള കൈ അനക്കിയിട്ടല്ലേ നമ്മൾ ഒരാളുടെ അടുത്ത് പോവുക. അപ്പോൾ കുപ്പിത്തരിവളകൾ കിലുക്കിയിട്ട് ഞാൻ ഭർത്താവിൻ്റെ ഖൽബിൽ ഒന്ന് മുട്ടട്ടെ എന്നാ പറയണത്. അതായത് ഖൽബിൽ മുട്ടിയാൽ എന്താ, അതായത് ഭർത്താവിനോട് ഹൃദയം തുറന്ന് വർത്തമാനം പറഞ്ഞാൽ, ലൈറ്റ് മോഡിലുള്ള ഒരു കോൺവെർസേഷൻ നടത്തിയാൽ എന്താവും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറുപടിയാണ് വാർമഴവില്ലിൻ വളകൾ അണിഞ്ഞ. മഴവില്ലിൻ്റെ എന്താ പ്രത്യേകത? 7 നിറങ്ങളുണ്ട്. ആ 7 നിറങ്ങളിലും ചേർന്നുള്ള കുപ്പിവളകൾ. വാർമഴവില്ലിൻ വളകൾ അണിഞ്ഞ, അങ്ങനെ വളകൾ അണിഞ്ഞൊരു വസന്തം. അതായത് വസന്തകാലത്താണല്ലോ എല്ലാ പുഷ്പങ്ങളൊക്കെ, പല കളറിലുള്ള പുഷ്പങ്ങളൊക്കെ വിടർന്ന് ഉല്ലസിച്ച് നിൽക്കുന്നൊരു കാലമാണ് വസന്തകാലം. അപ്പോൾ ഈ വസന്തകാലത്ത്
ഈ എല്ലാ നിറങ്ങളും ചേർന്നുള്ളൊരു വസന്തകാലം. അത് ഈ മജീദിന് കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഖദീജ കുപ്പിയോള ഒച്ചയോടുകൂടി അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ മജീദിന് ഈ പറയുന്ന എല്ലാ നിറപ്പകിട്ടോടും കൂടിയ വസന്തം എന്തെന്ന് അറിയും. കണ്ണുകൊണ്ട് കണ്ടിട്ടല്ല, അനുഭവിച്ചറിയും, ആലോചിച്ചറിയും. അതൊരു ഊഷ്മളമായ സ്നേഹബന്ധത്തിൻ്റെ ഒരു വരികളാണത്. ഇങ്ങനെ പറഞ്ഞാൽ മതി. അതും ആ സാധാരണ ആൾക്കാർ കണ്ണുകൊണ്ട് കാണുന്ന ആ വസന്ത കാഴ്ചയും ഈ ഹൃദയത്തിലേക്ക് വരുന്ന ഈ പകർത്തി കൊടുക്കുന്ന ഈ സ്നേഹവും ഈക്വലാണ് എന്നാണ് അതിൻ്റെ വ്യംഗ്യം. കിളിയൊച്ചയുമായി നിന്നുടെ കാതിൽ, കിളിയൊച്ചയുമായി നിന്നുടെ കാതിൽ കളിച്ചിരിനാദം കേൾപ്പിച്ചാൽ. ഖദീജ ചോദിക്കുകയാണ്, ഇത് കിളിയൊച്ചയുമായി. കിളിയൊച്ചയുമായി രണ്ട് തരത്തിൽ പറയാം. പൊതുവെ സ്ത്രീകളുടെ ശബ്ദത്തിന് കിളിയൊച്ച, അതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി വ്യത്യാസമുണ്ടല്ലോ. പുരുഷന്മാരുടെ ശബ്ദമായിട്ടല്ലോ സ്ത്രീകളുടെ ശബ്ദം. അപ്പോൾ അതിന് കിളിയൊച്ചയായിട്ട് ഉപമപ്പെടുത്താറുണ്ട്. അപ്പോൾ കിളിയൊച്ച, പിന്നെ ഒരു ഷ്രിൽ വോയിസ് എന്നുള്ള അർത്ഥത്തിൽ കിളിയൊച്ച, കിളികളുടെ കുറച്ചും കൂടി ഷ്രിൽ വോയിസ് ആണല്ലോ. അപ്പോൾ കിളിയൊച്ചയുമായി നിന്നുടെ ഈ മജീദിൻ്റെ കാതിൽ കളിചിരിനാദം കേൾപ്പിച്ചാൽ. അത് കളിയും ചിരിയായിട്ട്, അതായത് വളരെ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടുന്ന വളരെ ഒരു രമ്യമായിട്ടുള്ള സംഭാഷണങ്ങൾ, അല്ലെങ്കിൽ തമാശ പറച്ചിൽ, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ, ഇതെല്ലാം അതാണ് ഈ കളിചിരിനാദം എന്ന് പറയുന്നത്. കളിയും ചിരിയും, കാര്യപ്പെട്ട കാര്യങ്ങളെല്ലാം സ്നേഹപൂർവ്വമുള്ള കളിയും ചിരിയും. ആ കളിചിരിനാദങ്ങൾ കാതിൽ കേൾപ്പിച്ചാൽ എന്നൊരു ക്വസ്റ്റ്യനാണ്. കേൾപ്പിച്ചാൽ എന്ത് എന്നാ ചോദ്യം അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേൾപ്പിച്ചാൽ എന്താണ്? അപ്പം അതിന് മജീദ് പറയണ മറുപടി എന്ന്, സുന്ദരരാവിൽ നൃത്തം ചെയ്യും ചന്ദ്രികയെന്തെന്നറിയും ഞാൻ, വെൺചന്ദ്രികയെന്തെന്നറിയും ഞാൻ. ബ്യൂട്ടിയാണ് ഈ ചന്ദ്രിക നിറഞ്ഞ, ചന്ദ്രികയിൽ കുളിച്ച രാത്രി. അപ്പോൾ രാത്രിയിൽ ചന്ദ്രിക നൃത്തം ചെയ്യുകയാണെന്നാണ് കവി സങ്കല്പം. അപ്പോൾ സുന്ദരരാവിൽ നൃത്തം ചെയ്യുന്ന ചന്ദ്രിക എന്ത് എന്നുള്ളത് ഈ അന്ധനായിട്ടുള്ള മജീദിന് നേരിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ അത് അറിയും എന്നാണ് പറയുന്നത്. ആ ചന്ദ്രിക പോലും അറിയും. എപ്പോൾ? ഈ പറയുന്ന കളിചിരിനാദം കാതിന് കേൾപ്പിച്ചാൽ. സുന്ദരമായിട്ടുള്ള രാത്രിയിലെ ചന്ദ്രിക എങ്ങനെയുണ്ടോ അതുപോലും ഞാൻ കാണും, മനക്കണ്ണുകൊണ്ട് കാണും. നല്ല ബ്യൂട്ടിഫുൾ, വളരെ സരളമായിട്ടുള്ള വരികളാണ്. പക്ഷെ അതിൽ ആ ഒരു അർത്ഥവ്യാപ്തി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫീലിങ്സ് ഉണർത്തുന്നത് അത് ഭയങ്കരമാണ് ഈ പാട്ടിൽ. വളരെ ആ ഒരു സ്നേഹപൂർവ്വമുള്ള ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ഒരു 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 എന്താ പറയണ്ടേ, ഒരു ക്ലിയർ വ്യൂ ആണ് ഇതിൽ പ്രതിഫലിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഈ ചാനലിനെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനീ പറയുന്ന ആസ്വാദനത്തിലോ വ്യാഖ്യാനങ്ങളിലോ എതിരഭിപ്രായമോ അല്ലെങ്കിൽ അഡീഷണലായിട്ട് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ വേറൊരു ആംഗിൾ കൂടെ അവതരിപ്പിക്കാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ കമൻറ്റ്സ് ബോക്സിൽ അതിനെക്കുറിച്ചുള്ളൊരു പോസ്റ്റ് ഇടണം. അപ്പോൾ ഞാനും അത് പോസിറ്റീവ് സ്പിരിറ്റിൽ എടുക്കാം. അടുത്ത എപ്പിസോഡിൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് ഉള്ള കമൻറ്റ്സ് താഴെ എഴുതണം. അപ്പോൾ ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ.